അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടതായി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം. അതേസമയം ട്രംപിനെതിരെ വധശ്രമം നടത്തിയ തോമസ് ക്രൂക്കിന്റെ പിതാവിന്റെ പക്കൽ 20ഓളം തോക്കുകളുള്ളതായി FBI കണ്ടെത്തി. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ഇറാന്റെ പദ്ധതിയെക്കുറിച്ച് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സീക്രട്ട് സർവീസ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുരക്ഷ ശക്തമാക്കിയത്. ഇറാന്റെ സെക്യൂരിറ്റി കമാൻഡർ ഖാസിം സുലൈമാനെ ഡ്രോൺ ആക്രമണത്തിൽ വധിക്കാൻ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഉത്തരവിട്ടത്. അതിനാൽ ട്രംപ് വൈറ്റ് ഹൌസിലെത്തുന്നത് തടയാനാണ് ഇറാൻ വധശ്രമം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇറാൻ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കമാൻഡർ ഖാസിം സുലൈമാനെ കൊലപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് ക്രിമിനലാണ്. ട്രംപിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ഇറാനിയൻ വക്താവ് പറഞ്ഞു. അതേസമയം ട്രംപിനെതിരെ വധശ്രമം നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും അക്രമിയായ തോമസ് ക്രൂക്ക് വധശ്രമം നടത്തിയതിന്റെ കാരണം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. FBI അന്വേഷണത്തിന്റെ ഭാഗമായി തോമസിന്റെ പിതാവിന്റെ പക്കൽ നിന്നും 20ഓളം തോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച സംഭവിച്ചെന്ന ആരോപണത്തെ തുടർന്ന് സീക്രട്ട് സർവീസിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.